പതിറ്റാണ്ടുകളിൽ ഒരു വരദാനമായി ദൈവം തമ്പുരാൻ നമുക്ക് സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭ, അകാലത്തിൽ പൊലിഞ്ഞുപോയ കേരളീയ സമൂഹത്തിൻ്റെ മാനസാന്തരങ്ങളിൽ നിറതെളിച്ചമായി ജീവിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ, വിട പറഞ്ഞപ്പോൾ, കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനും ഏത് ചിന്താധാരയിൽ പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തങ്ങളുടെ കുടുംബത്തിലെ ഒരു നായകൻ്റെ വേർപാടിനെക്കുറിച്ച് അന്ന് പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അഭിമന്യനായ ശിഹാബ് തങ്ങളുടെ ഭാര്യയുടെ പേരിൽ മാപ്പിള കലാ അക്കാദമി ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരദാന ചടങ്ങിൽ 3.5 വർഷക്കാലം വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് യാത്ര ചെയ്യാത്ത ശിഹാബ് തങ്ങൾ മാപ്പിള കലാ അക്കാദമി മാനന്തവാടിയിൽ ഒരുക്കിയ പ്രൗഢഗംഭീരമായ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ വരികയുണ്ടായി. അന്ന് ശ്രീ വീരേന്ദ്രകുമാർ അവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്നു. 12 മിനിറ്റ് സമയം. ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന ശിഹാബ് തങ്ങളെ ഇരുത്തി അന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞ പ്രസംഗത്തിൻ്റെ പദങ്ങളായിരുന്നു ശിഹാബ് തങ്ങൾ മരിച്ച ദിവസം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും ഞങ്ങൾ കേട്ടത്. മാപ്പിള കലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം കക്ഷിത്വത്തിൻ്റെ ജാതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം 10 വർഷമായി കേരളത്തിലെ സമ്പൂർണ്ണമായി കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും ഒരു കൂട്ടായ്മക്ക് ഞങ്ങൾ രൂപം നൽകിയപ്പോൾ അക്കാദമി എടുക്കുന്ന ഒരു തീരുമാനത്തെയും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആരും നോക്കിക്കണ്ടില്ല. ആ സമ്മേളനത്തിൽ 4 അവാർഡുകൾ ശിഹാബ് തങ്ങളുടെ ഭാര്യയുടെ പേരിൽ മാപ്പിള കലാ അക്കാദമി ഏർപ്പെടുത്തി. കാരണം കേരളീയ സമൂഹത്തെ വിരുന്നൂട്ടിയ ഒരു മാതൃത്വം, തൻ്റെ വീട്ടിലെത്തുന്ന ആയിരങ്ങളെ വിരുന്നൂട്ടിയ ഒരു മാതൃത്വം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു എന്ന തിരിച്ചറിവ് മാപ്പിള കലാ അക്കാദമി വളരെ പ്രധാനമായൊരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, മതമൈത്രിക്ക് മാനവികത ഉണർത്തുപാട്ട് പാടിയ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്ക് എല്ലാ വർഷവും ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു പുരസ്കാരം ഞങ്ങൾ ഏർപ്പെടുത്തി. പായക്കപ്പൽ, ഇന്തോ അറബ് ബന്ധത്തിൻ്റെ പ്രതീകമായ പായക്കപ്പൽ മാതൃകയിലുള്ള ഉപഹാരവും 1 ലക്ഷം രൂപയുടെ പണക്കിഴിയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന ഉപഹാരം. അതിലൊക്കെ അപ്പുറം ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ തലമുറകളായി കേരളത്തിൽ ജീവിച്ച് മരിക്കുന്ന ഒരു സമൂഹത്തിന് തിരിച്ചറിയാനുള്ളൊരു അവസരം കേരള മാപ്പിള കലാ അക്കാദമി ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ മുസ്ലിം ലീഗുകാരനുണ്ട്, കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാവരുമുണ്ട്. പാട്ട് പാടുന്നവർക്ക് പാർട്ടിയില്ല. അത് ദൈവം തന്നൊരു വരദാനമാണ്. ഒരു കലാകാരൻ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ സംഘടനക്ക് ശിഹാബ് തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ 2 അഭിപ്രായമുണ്ടായില്ല. അതൊരു അനിവാര്യതയായി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ പുരസ്കാരം ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അത് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നാണ്. ദൈവം തീരുമാനിച്ചത് ഈ സദസ്സ് പ്രൗഢമാണെങ്കിലും ശിഹാബ് തങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പ്രഥമ പുരസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി തന്നെ കൊടുക്കണം എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ തീയതി മാറിയത്. ഉമ്മൻചാണ്ടിക്ക് പെട്ടെന്നുണ്ടായ ഒരു അസൗകര്യം, ഒപ്പം അതിൽ പങ്കെടുക്കേണ്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഹജ്ജ് യാത്രയും ഒക്കെ കാരണം ആ ചടങ്ങ് ഞങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഞാൻ. ഏകദേശം 10 വർഷമായ ഈ മഹത്തായ പ്രസ്ഥാനം അടുത്ത ഏപ്രിൽ മാസത്തിൽ 1 വർഷമായി ആചരിച്ചു വരുന്ന മാനിഷാദ ക്യാമ്പയിൻ്റെ സമാപന സംഗമം നടക്കുകയാണ്.